ഒരു 1/2 കപ്പ് വേപ്പില എടുക്കാം, നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. വേപ്പില ഒന്ന് ഡ്രൈ റോസ്റ്റ് ആകുമ്പോഴേക്കും ഒരു സ്പൂൺ ഇതുപോലത്തെ കുഞ്ഞു ജീരകമില്ലേ, ചെറിയ ജീരകം, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു പരുവ് എത്തണ വരെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ കറുമുറു കണ്ട അങ്ങനെ. വേപ്പിലയും ജീരകം റോസ്റ്റ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് സെയിം പാനിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് നല്ലപോലെ ബ്രൗൺ ആവണ വരെ വറുത്തെടുത്ത് അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. ആ സമയം നമുക്ക് വേപ്പിലയും ജീരകവും കൂടി പൊടിച്ച് വെക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് 3 ഇട്ട് പച്ചമുളകും ചതച്ച ഗാർലിക്കും കൂടി വിത്ത് തൊലി ആഡ് ചെയ്ത് അടച്ചു വെക്കാം. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ച പൊടിയില്ലേ, അതും കൂടെ ആഡ് ചെയ്ത് ഒരു അരമണിക്കൂർ സ്ലോ കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നെയ്യും കൂടെ ആഡ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഇളക്കാം. ഈ ഒരു സമയത്ത് നല്ല കിഡും മണം വരും. ആക്ച്വലി ഇതിന്റെ കൂടെ കഴിക്കേണ്ടത് ഇതുപോലെ നല്ല വിട്ടിരിക്കേണ്ട ബസ്മതി അരി കേട്ടാ. ഇത് ആക്ച്വലി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയ റെസിപ്പി ആട്ടാ, പക്ഷെ കറിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ റെസിപ്പി എന്തായാലും സേവ് ചെയ്യാൻ മറക്കണ്ടാട്ടാ. ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഇത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വെളുത്തുള്ളിയും വേപ്പിലയും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എൻ്റെ കെട്ടിയവന് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. സോ വേപ്പില നല്ല ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. കുറച്ച് ചിക്കൻ എടുത്ത് ഒരു 1/4 കിലോ ചിക്കൻ എടുത്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ഇഷ്ടമായവർ പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആക്ച്വലി തീർത്തു, ഷെബിൻ തൊട്ടില്ല. ഓക്കെ, ബൈ.